എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. യൂറോ കപ്പ് 2024 ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. യൂറോ കപ്പ് 2024 ജേതാക്കളാരാണ്? സ്പെയിനാണ് യൂറോ കപ്പ് 2024 ജേതാക്കൾ. സ്പെയിനാണ് ജേതാക്കൾ. ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ചാണ് സ്പെയിൻ യൂറോപ്യൻ ഫുട്ബോളിലെ 4ാം കിരീടം സ്വന്തമാക്കിയത്. എവിടെയാണ് ഫൈനൽ നടന്നത്? ഒളിമ്പിയ സ്റ്റേഡിയം, ബെർലിനിലാണ് യൂറോ കപ്പ് ഫൈനൽ നടന്നത്. ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടന്നത്. ഒളിമ്പിയ സ്റ്റേഡിയം, ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലാണ് യൂറോ കപ്പ് 2024 ഫൈനൽ നടന്നത്. ഫൈനലിൽ സ്പെയിൻ ആരെയാണ് തോൽപ്പിച്ചത്? ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത്. ഫൈനലിൽ സ്പെയിൻ തോൽപ്പിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത്. 2-1 എന്ന ഗോൾ നിലയിലാണ് തോൽപ്പിച്ചത്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച സ്പെയിൻ എത്രാമത്തെ വർഷമാണ് യൂറോ കപ്പ് സ്വന്തമാക്കുന്നത്? 4ാമത്തെ വർഷമാണ് സ്പെയിൻ യൂറോ കപ്പ് സ്വന്തമാക്കുന്നത്. ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ചാണ് സ്പെയിൻ യൂറോപ്യൻ ഫുട്ബോളിലെ 4ാം കിരീടം സ്വന്തമാക്കിയത്. 1964, 2008, 2012 വർഷങ്ങളിലാണ് സ്പാനിഷ് ടീം മുൻപ് ചാമ്പ്യന്മാരായത്. 2024 4ാമത്തെ തവണയാണെന്ന് പറഞ്ഞു. മുൻ വർഷങ്ങളിൽ എപ്പോഴാണ്? 1964, അതുപോലെ 2008, 2012 വർഷങ്ങളിലാണ് സ്പെയിൻ യൂറോ കപ്പ് വിജയിച്ചിട്ടുള്ളത്. 1964, 2008, 2012 വർഷങ്ങളിൽ സ്പെയിൻ ചാമ്പ്യന്മാരായിട്ടുണ്ട്. സ്പെയിനിന്റെ റോഡ്രിയാണ് ടൂർണമെന്റിലെ താരം. ടൂർണമെന്റിലെ താരം ആരാണ്? റോഡ്രിയാണ്. സ്പെയിനിന്റെ റോഡ്രിയാണ് ടൂർണമെന്റിലെ താരം. യൂറോ കപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ സ്പെയിനിന്റെ ലാമിൻ യമാൽ മികച്ച യുവതാരമായി. മികച്ച യുവതാരം ആരാണ്? ലാമിൻ യമാലാണ്. ലാമിൻ യമാലാണ് മികച്ച യുവതാരം. വേറൊരു പ്രത്യേകത കൂടിയുള്ളത്, ഇദ്ദേഹം യൂറോ കപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ലാമിൻ യമാൽ. ടൂർണമെന്റിലെ താരം ആരായിരുന്നു? റോഡ്രിയാണ് ടൂർണമെന്റിലെ താരം. മികച്ച യുവതാരം ആരാണ്? ലാമിൻ യമാൽ. ഇദ്ദേഹം യൂറോ കപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ഒരു യൂറോ കപ്പ് ടൂർണമെന്റിൽ 15 ഗോൾ നേടുന്ന ആദ്യ ടീം എന്ന ബഹുമതിയും സ്പെയിൻ സ്വന്തമാക്കി. ഒരു യൂറോ കപ്പ് ടൂർണമെന്റിൽ 15 ഗോൾ നേടുന്ന ആദ്യ ടീം എന്ന ബഹുമതിയും ആരാണ്? സ്പെയിൻ സ്വന്തമാക്കി. ഒരു യൂറോ കപ്പ് ടൂർണമെന്റിൽ 15 ഗോൾ നേടുന്ന ആദ്യ ടീം സ്പെയിൻ സ്വന്തമാക്കി. 1984 യൂറോയിൽ ഫ്രാൻസ് നേടിയ 14 ഗോളിനെയാണ് മറികടന്നത്. സ്പെയിൻ ആരുടെ ഗോളിനെയാണ് മറികടന്നത്? ഫ്രാൻസിന്റെ 14 ഗോൾ എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡാണ് സ്പെയിൻ ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. ഫ്രാൻസ് 14 ഗോൾ നേടിയത് ഏത് വർഷമാണ്? 1984 ഫ്രാൻസ് 14 ഗോൾ നേടിയത്. ആ ഒരു റെക്കോർഡാണ് ഇപ്പോൾ സ്പെയിൻ മറികടന്നിരിക്കുന്നത്. യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടുന്ന ടീം കൂടിയാണ് സ്പെയിൻ. യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടുന്ന ടീം ഏതാണ്? സ്പെയിൻ തന്നെയാണ് യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടുന്ന ടീം. സ്പെയിനിന് 28.25 ദശലക്ഷം യൂറോ സമ്മാനത്തുകയായിട്ട് ലഭിക്കും. എത്രയാണ് സമ്മാനത്തുക? 28.25 ദശലക്ഷം യൂറോ. 28.25 ദശലക്ഷം യൂറോ ഏകദേശം എത്രയാണ്? 256 കോടി രൂപയാണ്. ഇന്ത്യൻ രൂപ ഏകദേശം 256 കോടി രൂപയാണ് സ്പെയിനിന് സമ്മാനത്തുകയായിട്ട് ലഭിക്കുന്നത്. ഇംഗ്ലണ്ടിന് എത്രയാണ് കിട്ടുന്നത്? 24.25 ദശലക്ഷം യൂറോ. 24.25 ദശലക്ഷം യൂറോ ഇംഗ്ലണ്ടിന് സമ്മാനത്തുകയായിട്ട് ലഭിക്കും. ഏകദേശം എത്രയാണ്? 220 കോടി രൂപയാണ് ഇംഗ്ലണ്ടിന് ലഭിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് പറയാം. യൂറോ കപ്പ് 2024 ജേതാക്കൾ സ്പെയിനാണ്. ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ചാണ് സ്പെയിൻ യൂറോപ്യൻ ഫുട്ബോളിലെ 4ാം കിരീടം സ്വന്തമാക്കിയത്. 1964, 2008, 2012 വർഷങ്ങളിലാണ് സ്പാനിഷ് ടീം മുൻപ് ചാമ്പ്യന്മാരായത്. സ്പെയിനിന്റെ റോഡ്രിയാണ് ടൂർണമെന്റിലെ താരം. യൂറോ കപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ സ്പെയിനിന്റെ ലാമിൻ യമാൽ മികച്ച യുവതാരമായി. ആദ്യ യൂറോ കപ്പ് ടൂർണമെന്റിൽ 15 ഗോൾ നേടുന്ന ആദ്യ ടീം എന്ന ബഹുമതിയും സ്പെയിൻ സ്വന്തമാക്കി. 1984 യൂറോയിൽ ഫ്രാൻസ് നേടിയ 14 ഗോളിനെയാണ് മറികടന്നത്. യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടുന്ന ടീം കൂടിയാണ് സ്പെയിൻ. സ്പെയിനിന് 28.25 ദശലക്ഷം യൂറോ ഏകദേശം 256 കോടി രൂപ സമ്മാനത്തുകയായി ലഭിക്കും. ഇംഗ്ലണ്ടിന് 24.25 ദശലക്ഷം യൂറോയും ഏകദേശം 220 കോടി രൂപയും ലഭിക്കും. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.